നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് പി യു പോളിഷ് എങ്ങനെയാണ് അടിക്കുക. അത് അടിക്കുന്ന സമയത്ത് ചില ടൈമിൽ ഫിനിഷിംഗ് ഒക്കെ അടിക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് പോന്നിട്ട് ഞങ്ങളുടെ വർക്കൊക്കെ കൊളാവാറുണ്ട്. അതിനെന്താണ് ചെയ്യാന്നൊക്കെ. അതിന് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളതിൽ എത്ര ടിന്നർ ചേർക്കണം എന്നുള്ളതാണ്. സംഭവം ഇപ്പോൾ ഒരു ഡോറ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ 1 ലിറ്റർ മാറ്റ് വാങ്ങിക്കും. ചിലപ്പോൾ ആ ഡോർ അടിക്കാനായിട്ട് 1.5 ലിറ്റർ മാറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, 2 ലിറ്റർ വാങ്ങിച്ചാലേ നമുക്ക് ചിലപ്പോൾ 1.5 ലിറ്റർ കിട്ടും. ചില പി യു പെയിൻറ്റുകളൊക്കെ 1/2 ലിറ്ററായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1/2 ലിറ്റർ വാങ്ങിക്കാതെ നമ്മൾ അതിലോട്ട് 1/2 ലിറ്റർ ടിന്നർ അങ്ങ് ഒഴിച്ച് അതിനെ ലൂസാക്കിയിട്ട് പരമാവധി അങ്ങ് അടിച്ചൊതുക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ടിന്നർ എത്ര ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് അടിക്കാം. പക്ഷേ അത് ഒറ്റ കോട്ട് അടിച്ച് അവസാനിപ്പിക്കാവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ അത് ഡ്രൈ ആവുന്ന ടൈമൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഡോറിന് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കെടുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 3 കോട്ടും 2 കോട്ടും ഒക്കെ മിനിമം അടിക്കും. അപ്പോൾ അങ്ങനെ ലൂസാക്കിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം സമയം എടുക്കും. അപ്പോൾ ഈ പി യു സീലറിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ പി യു പെയിൻറ്റിൻ്റെ മുകളിലൊക്കെ ഈ ക്ലിയർ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കെട്ടി നിന്ന് അത് ഉണങ്ങാൻ സമയം എടുക്കുമ്പോൾ അടിയിൽ നിന്നും അത് റിമൂവർ അടിച്ച ഒരു ഫീലിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോരും. അതാണ് കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ ഏതൊരു മെറ്റീരിയലിൻ്റെ മുകളിലും കമ്പനി കൊടുത്തിരിക്കുന്ന ആ ഒരു ടിന്നറിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ അടിക്കാം. നമ്മളൊരിക്കലും തിന്നർ ഓവറായിട്ട് ആഡ് ചെയ്യാതിരിക്കുക. അതാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണം. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അതിപ്പോൾ ഏത് പി യു ഡൂറോത്തിൻ പെയിൻ്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ആ ഒരു ലൂസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ പ്രൈമർ അടിച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഏരിയ കുറേ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ല വേണ്ടത്. നമ്മുടെ മെറ്റീരിയൽസ് കംപ്ലൈൻ്റ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. കാരണം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള കാര്യമാണ് നല്ല ഗണ്ണ് ഉപയോഗിക്കുക, പുതിയ ഗണ്ണൊക്കെ ഉപയോഗിക്കുക. ചില ഗണ്ണുകൾ സെൻറ്റർ ഭാഗം തട്ടാതെ 2 സൈഡ് മാത്രം തട്ടും, ചിലത് സെൻറ്റർ മാത്രം തട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിലൊക്കെ ചെയ്തു പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും.